വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രോഷെ കലാകാർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ചെറിയൊരു ടേബിൾ ക്ലോത്താണ്. ചെറിയ ടേബിളിനൊക്കെ നല്ല ഭംഗിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ടേബിൾ ക്ലോത്തിൻ്റെ ഈ നടുക്കുള്ള സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതായത് ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോ ആയിരിക്കും അത്. ചാനലിൽ പുതുതായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ക്രോഷേ കോസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് റെഡ് കളറും വൈറ്റ് കളറുമാണ്. ഇതിൽ നമ്മൾ വൈറ്റും ബോർഡറിനൊക്കെ റെഡുമാണ് കൊടുത്തേക്കുന്നത്. യൂസ് ചെയ്യുന്ന ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.50 mm ഹുക്കാണ്. ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. സ്ലിപ്പ് നോട്ട് ഇട്ടു. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4. ഫോർത്ത് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഈ മിഡിലിൽ നമ്മൾ ആ 4 ചെയിൻ ചെയ്തതിൻ്റെ മിഡിലിൽ 1 DC, 2, 3, 4, 5, 13, 14, 15. ഈ 3 ചെയിനും കൂടെ ചേർത്ത് 16 DC ആണ് ചെയ്തേക്കുന്നത്. തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട് ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ആ സെയിം പോയിന്റ് തന്നെ DC, 1 DC, സെയിം പോയിന്റിൽ 2 DC. നെക്സ്റ്റ് ചെയിൻ 2 DC, എല്ലാ ചെയിനിലും 2 DC വീതം ചെയ്യണം. അത് ചെയ്തിട്ട് ഞാൻ വരാം. 1, 2, റൗണ്ട് 3, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. സെയിം പോർഷൻ തന്നെ 1 DC, ചെയിൻ 1, skip 1 chain, നെക്സ്റ്റിൽ 2 DC, chain 1, skip 1 chain, നെക്സ്റ്റിൽ 2 DC, chain 1, skip 1 chain, നെക്സ്റ്റിൽ 2 DC. ഈ ഒരു റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1, 1, 2, 3. തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1 DC, സെയിം ചെയിനിൽ തന്നെ സെക്കൻഡ് DC, ചെയിൻ 1, skip 1 chain, നെക്സ്റ്റ് ചെയിനിൽ 1 DC, നെക്സ്റ്റ് ചെയിനിൽ 2 DC, 1 DC, 2 DC, chain 1, skip 1 chain, next till
1 DC, next chain le 1 DC, 1 DC, 2 DC. അപ്പം ഇതേപോലെ അങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. ഈ ഒരു റൗണ്ട് നമുക്ക് ലാസ്റ്റ് ആക്കാം. ചെയിൻ 1, സ്കിപ്പ് 1 ചെയിൻ, സ്ലിപ്പ് സ്റ്റിച്ച് തേർഡ് ചെയിനിൽ 5, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, നെക്സ്റ്റ് ചെയിനിൽ 1 DC, നെക്സ്റ്റിൽ 2 DC. ഈ ഒരു ചെയിൻ 1ന്റെ പോർഷനിൽ നമ്മൾ ഒരു DC ചെയ്യുവാണ്. എല്ലാത്തിലും 1 DC, 1 DC, 1 DC, ഈ തേർഡിൽ 2 DC. നെക്സ്റ്റ് 1 ചെയിനുള്ളിൽ 1 DC. അപ്പം ഈ ഓരോ ചെയിനിലും നമ്മൾ ഈ സൈഡിൽ ചെയ്തോണം തന്നെ 2 DC തന്നെ ചെയ്യുക. 1 DC, സെക്കൻഡ് DC, തേർഡ് ചെയിനിൽ തേർഡ് DC, സെയിം ചെയിനിൽ തന്നെ ഫോർത്ത് DC, ഫിഫ്ത്ത് DC ഇതിനുള്ളിൽ. ഈ ഒരു റൗണ്ട് നമുക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാം. ഇത് ഫുള്ളും കംപ്ലീറ്റ് ആക്കി ഇനി ഇതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ ഇട്ട് നമുക്കിത് യാൺ കട്ട് ചെയ്തെടുക്കാം. ഇതിന് ബോർഡർ നമുക്ക് വൈറ്റ് കൊടുക്കാം. ഇതേപോലെ തന്നെ വൈറ്റ് ആണ് ചെയ്യേണ്ടെങ്കിൽ സെയിം കളർ ഇതേപോലെ തന്നെ ചെയ്യുക. വൈറ്റിന് വേണ്ടി എപ്പോഴും ചെയ്യണ കണക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. സോറി, സ്ലിപ്പ് നോട്ട് ഇടാം. ഒന്ന് ടൈറ്റ് ആക്കാം നമുക്കാണ്. ഒരു ചെയിൻ ഇട്ട് ഒന്ന് അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ആക്കാം. അതിനുശേഷം ചെയിൻ 1, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ. അങ്ങനെ എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്ത് നമുക്കിത് ഫുള്ളും സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ ഒരു ടേബിൾ ക്ലോത്തിന് വേണ്ടി നമുക്ക് ഈ കോസ്റ്ററുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഇങ്ങനെ ഈ സിംഗിളായിട്ട് ഇത്രയും ഈ 3 ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. ഇനി ഇത് നമ്മൾ ഇതിങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. ഇതേപോലെ ഇവിടെ ഇതേപോലെ തന്നെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഈ കോസ്റ്ററുകൾ തമ്മിൽ. ഇനി ഇതിലും നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. സൂചി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നൂലെടുത്ത് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ ഒരു പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നെക്സ്റ്റ് ചെയിനിൽ നമുക്ക് വീണ്ടും
ഇതാകുമ്പം എളുപ്പത്തിൽ നമ്മുടെ ജോലി കഴിയും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതാണ് തുന്നി പിടിപ്പിക്കേണ്ടത്. ലാസ്റ്റത്തെയും കൂടി ചെയ്തിട്ട് വരാം ഞാൻ. 2 സെറ്റും നമ്മൾ ഇപ്പോൾ ഈ 2 സെറ്റും ഞാൻ തുന്നി പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ മെയിൻ പാർട്ടിലേക്കാണ് തുന്നി പിടിപ്പിക്കേണ്ടത്. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചാൽ ഈ മെയിൻ പാർട്ടിന് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അത് നോക്കി പോയി ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ക്രോഷ്യ ചെയ്ത് പിടിപ്പിക്കണമെന്ന് നോക്കാം. ഒന്നിൽ അത് നമുക്ക് തുന്നി പിടിപ്പിക്കാം, ഇല്ല വെച്ചാൽ നമുക്ക് ക്രോഷ്യ വഴി ചെയ്യാം. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇതിനുള്ള ഫസ്റ്റ് ചെയിനിലിട്ടു, ഉള്ളിലൂടെ ഇട്ടു, അതിന് ശേഷം നമ്മൾ സിപ്പ് നോട്ട് ഇട്ടത് അത് ഇതിനുള്ളിലേക്ക് എടുത്തു, ഇങ്ങനെ കൊണ്ടുവന്നു. അതിന് ശേഷം ഇത് ഉള്ളിൽ കൂടിയാണ് പോകേണ്ടത്. ശേഷം ഇത് ഫസ്റ്റ് ചെയിൻ, അതിന് ശേഷം ഈ സെക്കൻഡ് ചെയിൻ, നെക്സ്റ്റ് ചെയിൻ, ഇതേപോലെ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റാണ്.
ഇനി നമുക്ക് നെക്സ്റ്റും ഇതേപോലെ തന്നെ ചെയ്യാം. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റ്.